അസ്സലാമു വെൽക്കം ബാക്ക് ടു ഫീസ്റ്റ് ആൻഡ് ഫസ്റ്റ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന, പ്രത്യേകിച്ച് കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷുമായിട്ടാണ് വന്നിട്ടുള്ളത്, ക്രിസ്പി കോൺ ഫ്രൈ. അപ്പോൾ നമുക്കതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ സ്വീറ്റ് കോൺ നമ്മൾ ഒരു 1.5 കപ്പ് എടുത്തിട്ടുണ്ട്. 1.5 കപ്പ് സ്വീറ്റ് കോൺ ഒന്ന് ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ഉപ്പിട്ടിട്ടൊന്ന് ബോയിൽ ചെയ്തെടുത്തതാണ്. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പ്ലസ് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി നമ്മൾ ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഓണിയൻ ഒന്ന് ചോപ്പ് ചെയ്തത്, ഇതുപോലെ ഒരു ഹാഫ് ഓണിയൻ ഒന്ന് ചോപ്പ് ചെയ്ത് വെച്ചത്, പിന്നെ ഒരു ഹാഫ് ലെമൺ, പിന്നെ 1 ടേബിൾ സ്പൂൺ ചാട്ട് മസാല, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്. ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്യുന്നതിന് മുമ്പുള്ള ഒരു മാരിനേഷനാണ് നോക്കുന്നത്. അത് നമ്മൾ ഈ കോണെല്ലാം ഒരു മിക്സിംഗ് ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ കോൺഫ്ലവറും അരിപ്പൊടിയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉപ്പ് നമ്മൾ ബോയിൽ ചെയ്തപ്പോൾ ഇട്ട് കൊടുത്തതാണ്, അപ്പോൾ അതിനനുസരിച്ച് ഇവിടെ കുറച്ച് ഇട്ടിട്ടുള്ളൂ. പിന്നെ കുരുമുളക് ഇട്ട് കൊടുത്തു. അപ്പോൾ നിങ്ങൾ ബോയിൽ ചെയ്യുമ്പോൾ ഇട്ടിട്ടില്ലെങ്കിൽ ഇവിടെ ഒന്ന് കൂട്ടി കൊടുത്താൽ മതി. ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നന്നായിട്ട് എല്ലായിടത്തും മിക്സാക്കി കൊടുക്കണം. അപ്പോൾ ഇതൊരു ഡ്രൈ ആയിട്ട് നമുക്ക് ഇതിലേക്ക് പിടിക്കുന്നില്ലെങ്കിൽ നമ്മൾ കുറച്ച് വെള്ളം ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ കോണൊന്ന് ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ വെള്ളം ഇതുപോലെ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്തിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തെടുത്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ ബോയിൽ ചെയ്ത ഉടനെ തന്നെ ഇതുപോലെ മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ കോണിലേക്ക് നമ്മുടെ മാരിനേഷൻ്റെ ഇത് പിടിച്ചോളും. അപ്പോൾ നന്നായിട്ട് കോട്ടായിക്കോളും. ഓക്കെ, അപ്പോൾ നന്നായിട്ട് കോട്ടായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം നമ്മൾ ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി എണ്ണ ചൂടാവണം. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമ്മളിതിൻ്റെ ഫസ്റ്റ് ട്രിപ്പ് ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അത് നമ്മൾ ഇട്ട് കൊടുത്ത് ഉടനെ തന്നെ നമ്മൾ അടച്ചത്. അതാണ് ഇതിൽ മെയിൻ കാര്യം. കാരണം നമ്മൾക്ക് ഇത് പൊരിച്ചെടുക്കുമ്പോൾ നന്നായിട്ട് പൊട്ടിത്തെറിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ കുട്ടികളൊക്കെ ഉണ്ടെങ്കിലൊക്കെ അടുത്തുനിന്ന് മാറ്റണം. ഒന്ന് പൊട്ടിത്തെറിക്കാനുള്ള. അപ്പം നമ്മളത് വെച്ചുടനെ അടച്ചു വെച്ചാൽ മതി. ഇപ്പം നമ്മൾ ഫസ്റ്റ് ട്രിപ്പ് എടുത്തിട്ടുണ്ട്, എണ്ണയിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ എല്ലാം പൊരിച്ച് കഴിഞ്ഞപ്പോൾ നമ്മളൊരു വേറെ മിക്സിംഗ് ബൗളിലേക്ക് ഇട്ടിട്ട് ആഫ്റ്റർ ഫ്രൈയിങ്ങിൻ്റെ അതാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുത്തു. പിന്നെ ചാട്ട് മസാല. അപ്പോൾ ചാട്ട് മസാല എനിക്ക് തോന്നുന്നു ഇത് ഫുള്ള് ഇവിടെ വേണ്ട, അതുകൊണ്ട് ഞാൻ കുറച്ച് 1 ടേബിൾ സ്പൂൺ കുറച്ച് ബാക്കിയായിട്ട് തന്നെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിപ്പോൾ സ്പൂൺ കൊണ്ടായില്ലെങ്കിൽ ഇതുപോലെ അങ്ങനെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ അതൊന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇനി അതിന് ശേഷം അവസാനം നമ്മൾ ഒരു പകുതി ലെമൺ ഇതുപോലെ ഇങ്ങനെ സ്ക്വീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം അത് കുറച്ച് മതി, വളരെ കുറച്ച് മതി. കാരണം ലെമൺ ജ്യൂസിൻ്റെ കൂടിയാൽ നമ്മൾ ക്രിസ്പിനെസ്സൊക്കെ പോകും. അപ്പോൾ നമുക്ക് അതുണ്ടാവുക ആ ഒരു ടേസ്റ്റ്, പിന്നെ ലെമണിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് കൂടും. അപ്പോൾ കുറച്ച് ഒരു തുള്ളി നമ്മൾ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. ഇപ്പോൾ നമ്മൾ ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റുകയാണ്. നമ്മുടെ ക്രിസ്പി കോൺ ഫ്രൈ ബാർബിക്യൂ നേഷൻ സ്പെഷ്യലാണ്. നമ്മുടെ ക്രിസ്പി കോൺ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ മുകളിലാണ് നമ്മുടെ ചോപ്ഡ് ഓണിയൻ ഇട്ട് കൊടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് എക്സ്ട്രാ വേണമെങ്കിൽ മല്ലിയിലയോ പിന്നെ സ്പ്രിംഗ് ഓണിയനൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് പിന്നെ മേലെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഞാൻ ബാക്കിയുള്ള ഓണിയൻ ചോപ്പ് ചെയ്ത് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യണം. ഇതൊരു സിമ്പിളായിട്ടുള്ള മെത്തേഡാണ്. നമ്മൾ ബാർബിക്യൂ നേഷനിലൊക്കെ ഇതൊരു സ്റ്റാർട്ടറായി കിട്ടുന്നൊരു സാധനമാണ്. നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. ഇതിൻ്റെ എവർ ഫേവറേറ്റ് ആണ്. കാരണം ബാർബിക്യൂ നേഷനിൽ പോകുമ്പോൾ എപ്പോൾ സ്റ്റാർട്ടറായിട്ട് കിട്ടുന്നതാണ്. ഞാനിത് എപ്പോഴും ഇങ്ങനെ ചോദിച്ച് വാങ്ങും. ഇതൊരു ക്രിസ്പി ആണ്. പിന്നെ അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമാവും. അപ്പോൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.